അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇനി ഫീലു തഅജ്ജുബിൻ്റെ എക്സസൈസാണ്. മാ വെച്ച് തുടങ്ങുന്ന അത്ഭുതം പ്രകടിപ്പിക്കുന്ന നമുക്ക് നോക്കാം, എക്സസൈസ് നോക്കാം. ഹാസർ റജുലു തവീലുൻ, ഈ പുരുഷൻ നീളമുള്ളവനാണ്. പൈന ഫീലു തഅജ്ജുബ് എങ്ങനെയാക്കാം? മാ അത്വല ഹാസർ റജുലു, എന്തൊരു നീളമുള്ളതാണ് ഈ പുരുഷൻ, എന്തൊരു നീളമാണ് ഉള്ളതാണ് ഈ പുരുഷൻ. അപ്പം മാ അത്വല, മാ ഉണ്ടാവും, പിന്നെ അഫ്അല എന്നുള്ള വസനിലായിരിക്കും, ആ രൂപത്തിലായിരിക്കും. അത്വല, മാ അത്വല. അടുത്ത് നോക്കാം. ഹാദൽ ബൈത്തു കബീറുൻ, ഈ വീട് വലുതാണ്. അപ്പോൾ കബീറിനെ ഫീലു തഅജ്ജുബ് എങ്ങനെയാക്കാം? മാ അക്ബറ, മാ അക്ബറ. അപ്പോൾ തവീലിന മാ അത്വല, കബീറിന മാ അക്ബറ, അഫ്അല എന്നുള്ള രൂപത്തിലായിരിക്കും. മാ അക്ബറ ഹാദൽ ബൈത്ത്, ഈ വീട് എന്തൊരു വലിപ്പാണ്, എന്തൊരു വലിപ്പാണ്. അങ്ങനെ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ പറയുമല്ലോ, അതാണത്. ഹാസിഹി സയ്യാറത്തു ജമീലുൻ, ഈ കാറ് ഭംഗിയുള്ളതാണ്. മാ അജ്മല, എന്ത് ഭംഗിയാണ്. ഹാസിഹി സയ്യാറത്ത്, ഈ കാറ്. അപ്പം മുഅന്നസ് ആയാലും മുദക്കറായാലും മാ അഫ്അല തന്നെ ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഹാദൽ മാഉ ബാരിദുൻ, എങ്ങനെ പറയാം? മാ അബ്റദ ഹാദൽ മാ, എന്ത് തണുപ്പാണ് ഈ വെള്ളത്തിന്. അടുത്തത് അൻ നുജൂമു ജമീലത്തുൻ, നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ്. അപ്പോൾ മാ അജ്മല അൻ നുജൂമ, എന്ത് ഭംഗിയുള്ളതാണ് നക്ഷത്രങ്ങൾ. ഹാദൽ കലമു റഹീസുൻ, ഈ പേന വില കുറഞ്ഞതാണ്. മാ അർഹസ, എന്തൊരു വില കുറവാണ് ഈ പേന. ഹാദൽ കലമ. അൽ ലുഗത്തുൽ അറബിയത്തു സഹലത്തുൻ, അറബി ഭാഷ എളുപ്പമുള്ളതാണ്. അപ്പോൾ മാ അസ്ഹല അൽ ലുഗത്തൽ അറബിയത്ത, എന്തൊരു എളുപ്പമാണ് അറബി ഭാഷ. അൻ നുജൂമു കസീറത്തുൻ, നക്ഷത്രങ്ങൾ ധാരാളമുണ്ട്. മാ അക്സറ അൻ നുജൂമ, എത്ര ധാരാളമാണ്, എത്ര അധികമാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ കസീറത്തുന്ന അക്സറ, അവിടെ താ എഴുതൂല, കാരണം മുദക്കറായാലും മുഅന്നസായാലും അഫ്അലാണ്. അപ്പം മാ അക്സറത്ത എന്ന് പറയൂല, മാ അക്സറ. അൽ ലബനു ഹസനുൻ, പാല് നല്ലതാണ്. മാ അഹ്സനൽ ലബന, എന്ത് നല്ലതാണ് പാല്, എത്ര നല്ലതാണ്, എന്ത് നല്ലതാണ് പാല്. ഹാദിഹി സയ്യാറത്തു സരീഅത്തുൻ, ഈ വാഹനം വേഗതയുള്ളതാണ്. മാ അസ്റഹ, എന്തൊരു വേഗതയാണ് ഹാദിഹി സയ്യാറത്ത്, ഈ വാഹനം. ഹാദിഹിൽ കമീസു വസിഖുൻ, ഈ കുപ്പായം വൃത്തികേടായതാണ്. മാ ഔസഖ, എന്തൊരു വൃത്തികേടാണ് ഈ കുപ്പായം. ഹാദൽ ഫസ്ലു നദീഫുൻ, ഈ ക്ലാസ് റൂം വൃത്തിയുള്ളതാണ്. മാ അൻലഫ ഹാദൽ ഫസ്ലു, ഈ ക്ലാസ് റൂം എന്തൊരു വൃത്തിയാണ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് ഹർഫു നിദ മുനാദയാണ്. നമുക്കറിയാം, ഹർഫു നിദയ്ക്ക് ശേഷം ഒറ്റ ഇസ്മാണെങ്കിൽ തൻവീന് പോകും, തൻവീൻ ഉള്ളതാണെങ്കിൽ തൻവീന് പോകും. ഇനി രണ്ട് ഇസ്മാണെങ്കിൽ, മുലാഫിലിയാണെങ്കിൽ ആദ്യത്തെ ഇസ്മ മൻസൂബായിരിക്കും, ഫതഹായിരിക്കും. നമ്മൾ ഈ പാഠത്ത് പഠിച്ചതാണ്. അപ്പോൾ മുഹമ്മദുൻ യാ മുഹമ്മദു, ഹാമിദുൻ യാ ഹാമിദു, ഉസ്താദുൻ യാ ഉസ്താദു. ഇനി അടുത്ത് നോക്കൂ. ഉഖ്തു ഹാമിദിൻ, ഹാമിദിൻ്റെ പെങ്ങൾ. യാ ഉഖ്ത ഹാമിദിൻ, അപ്പോൾ ഉഖ്ത ഹാമിദിൻ, ഹാമിദിൻ്റെ പെങ്ങൾ എന്നുള്ളത് യാക്ക് ശേഷം വരുമ്പം ഉഖ്ത മൻസൂബായിരിക്കും, ഫതഹായിരിക്കും. അബ്ദുല്ലാഹി യാ അബ്ദുല്ലാഹി, ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മൻസൂബാവും, യാ അബ്ദുല്ലാഹി. യാ അലിയു യാ അബ്ബാസു യാ റജുലു യാ ബിന്തു യാ ഷേഖു യാ മറിയമു
യാ അബ്ദല്ലാഹി, യാ ബിന്ത ഖാലിദിൻ, യാ സായിഖു സയ്യാറത്തി. സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ, കാറിൻ്റെ ഡ്രൈവർ. അപ്പോൾ യാ സായിക്ക ഫത്തഹായിരിക്കും. അസയ്യാറത്തി. യാ ഉമ്മ സായിദിൻ, യാ അബ്ദ റഹ്മാനി, യാ റബ്ബൽ കഅബത്തി, യാ ഇമാമൽ മസ്ജിദി, യാ ഇബ്നൽ അബ്ബാസിൻ. അബൂബക്കർ എന്താവും? യാ അബ ബക്കർ. അപ്പോൾ രണ്ട് ഇസ്മ വന്നാൽ ആദ്യത്തെ ഇസ്മ മുലാഫ് എന്തായിരിക്കും? മൻസൂബായിരിക്കും, ഫത്തഹായിരിക്കും. ഒറ്റ ഇസ്മാണെങ്കിൽ തൻവീൻ ഉണ്ടെങ്കിൽ തൻവീന് പോയിട്ട് ഒറ്റ ലമ്മത്താകും. മുഹമ്മദുൻ യാ മുഹമ്മദു, അബ്ദല്ലാഹി അബ്ദുല്ലാഹി യാ അബ്ദല്ലാഹി ഫത്തഹാവും. ബാറക്കല്ലാഹു ഫീക്കും.